ഇന്നത്തെ നമ്മുടെ ചോദ്യം 388.80 ഇൻറ്റു 40 പോയിൻ്റ് ഉണ്ട്. 388.80 ഇൻറ്റു 40 അങ്ങനെയല്ലേ. അപ്പം ഞാൻ ഈ പൂജ്യത്തിനെ ചേർക്കാതെ ഇങ്ങനെ ഇട്ട് ഈ പൂജ്യത്തിനെ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടത് നമുക്ക് അവസാനം ചേർക്കാൻ മറക്കരുത്. ചേർക്കാൻ മറക്കുന്നവരെന്ത് ചെയ്യുക, നേരെ പൂജ്യത്തിനെ കൂട്ടിയിട്ട് ഗുണിക്കുക. ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം. 1 × 4 4, 2 × 4 8 അങ്ങനെ. അപ്പോൾ 8 × 4 എത്രയാണ്? 8 × 4 32 ആണ്. 2 എന്ന് എഴുതുക, ബാക്കി 3. 8 × 4 32, 32 + 3 35, ബാക്കി 3. 8 × 4 32, 32 + 3 35, ബാക്കി 3. 3 × 4 12, 12 + 3 15. ഇനി നമ്മൾ മാറ്റി വെച്ച 2 പൂജ്യമല്ലേ, അതിനെ മറക്കാതെ ചേർക്കുക. ഇനിയാണ് പോയിൻ്റ് ചേർക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പൂജ്യത്തിന് മാറ്റി വെച്ച് പിന്നെ നേരെ ഇവിടെ പോയിട്ട് പോയിൻ്റ് ഒന്നും ചേർക്കരുത്. ആ പൂജ്യത്തിനെയും കൂടി ചേർത്തതിന് ശേഷം നിങ്ങൾ നോക്കുക പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനങ്ങളുണ്ട് ഇവിടെ. 1 2 രണ്ടെണ്ണല്ലേ ചോദ്യത്തിന് നോക്കുക. ഇവിടെയല്ല നോക്കുക, കാരണം നമ്മൾ ഇവിടുന്ന് പൂജ്യത്തിനെടുത്ത് ഈ ഭാഗത്ത് നോക്കുക. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 1 2. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് നിന്ന് 1 2 എന്നിട്ട് ഇവിടെ പോയിൻ്റ് ചേർക്കുക. അതിൻ്റെ ആൻസർ 15,552. 0.00 എന്നാണ്. അപ്പോൾ പോയിൻ്റ് കഴിഞ്ഞിട്ട് സീറോകൾ മാത്രമുള്ളെങ്കിൽ അതിന് വാല്യൂ ഇല്ല. ഇനിയിപ്പോൾ ചിലർക്കൊക്കെ സംശയം വന്നിട്ടുണ്ടാവും, ഈ 0 ഇട്ട് ഗുണിച്ചാൽ എന്താ പ്രശ്നമെന്ന്. 0 ഇട്ടിട്ടൊന്ന് ഗുണിച്ച് നോക്കാം. 388.80 ഇൻറ്റു 40 ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടിയില്ലേ. ഇവിടെ നമുക്ക് 2 സ്റ്റെപ്പ് വരും. 0 × 0 0, 0 × 8 0, 0 × 8 0, 0 × 8 0, 0 × 3 0. ആദ്യത്തെ റോ മുഴുവൻ 0 ആയി. ഇനി 0 × 4 0, ഇവിടെ ചെയ്ത പോലെ തന്നെ 4 × 8 32ക്ക് 2, ബാക്കി 3. 4 × 8 32, 3 35, ബാക്കി 3. വീണ്ടും 35 വന്ന് ബാക്കി 3. 3 × 4 12, 12 3 15. ഇനി നമ്മൾ ആഡ് ചെയ്യുക. ഇവിടെ കണ്ടോ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടി പൂജ്യത്തിനെ മാറ്റി വെച്ചപ്പോൾ. അത് പൂജ്യത്തിനെ മാറ്റി വെച്ചുകൊണ്ടല്ല, ഇവിടെ ഒരു നമ്പർ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമുക്കൊരു സ്റ്റെപ്പ് കിട്ടി. ഇവിടെ 2 നമ്പർ വരുമ്പോൾ ഇവിടെ 2 സ്റ്റെപ്പ് വരും. ഇവിടെ 3 നമ്പർ വന്നാലോ ഇവിടെ ഇങ്ങനെ 3 സ്റ്റെപ്പ് വരും. ഇവിടെ 4 നമ്പർ വന്നാലോ ഇവിടെ ഇങ്ങനെ 4 എണ്ണം വരും. അങ്ങനെയാണ് ഇത് വരിക. ഇനി ആഡ് ചെയ്യുക. 0 0, 0 + 2 2, 0 + 5 5, ഇത് 5 5 1. ഇനി പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം പോയിൻറ്റിന് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് നിന്ന് എണ്ണി 1 2. സെയിം ആൻസർ തന്നെ കിട്ടിയില്ലേ ഇതും. അപ്പോൾ 0 വെച്ചിട്ട് ചെയ്താലും പൂജ്യത്തിനെ മാറ്റി വെച്ച് ചെയ്താലും ഒരേ ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി അങ്ങനെ ചെയ്യാം. ഓക്കെ.